ശ്രീരാമജയം. ശ്രീമദ് വാത്മീകി രാമായണം, സുന്ദരകാന്ഡം. രാമായണം എന്ന മഹാകാവ്യത്തിലെ ഏറ്റവും പ്രചോദനപരവും ഭക്തിപൂർണവുമായിട്ടുള്ള ഭാഗങ്ങളിൽ ഒന്നാണ്. മഹർഷി വാത്മീകി രചിച്ച ഈ കാവ്യത്തിൽ സുന്ദരകാന്ഡം പ്രധാനമായും ഹനുമാന്റെ വീര്യകൃത്യങ്ങളും ഭക്തിയും അടയാളപ്പെടുത്തുന്നു. സുന്ദരകാന്ഡത്തിന്റെ പ്രത്യേകത സുന്ദരം എന്നത് സുന്ദരമായത് എന്നർത്ഥം. അതായത് ഈ കാണ്ഡം ഹനുമാന്റെ ശൗര്യം, ബുദ്ധി, ധൈര്യം, ഭക്തി എന്നിവയുടെ സുന്ദരമായിട്ടുള്ള അവതരണമാണ്. അതിനാൽ തന്നെ ഇതിന് സുന്ദരകാന്ഡം എന്ന പേര് ലഭിച്ചു. ശ്രീരാമന്റെ ദൂതനായിട്ടുള്ള ഹനുമാൻ ലങ്കയിലേക്ക് കടക്കുന്നു. അവിടെ സീതാദേവിയെ കണ്ടെത്തുന്നു. പിന്നീട് രാവണന്റെ അരമനയും ലങ്കയുടെ ഭംഗിയും ഒക്കെ കാണിക്കുന്നുണ്ട്. സീതാദേവിയോട് ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞ് രാമൻ നൽകിയ ആ മുദ്ര കൊടുക്കുന്നു. പിന്നീട് ലങ്ക ദഹിപ്പിച്ചിട്ട് തിരികെ വരുന്നു. സുന്ദരകാന്ഡം വായനയും പാരായണവും ഹിന്ദു സമ്പ്രദായത്തില് വളരെ പുണ്യകരമാണെന്ന് വിശ്വസിക്കുന്നു. ദുരിത നിവാരണത്തിനും മാനസിക ശാന്തിക്കും ഇത് സഹായിക്കുന്നു എന്നാണ് ഭക്തന്മാരുടെ വിശ്വാസം. ഈ കാണ്ഡം നമ്മെ പഠിപ്പിക്കുന്നത് ഭക്തിയും വിശ്വാസവും ഉണ്ടെങ്കിൽ അസാധ്യമായതും സാധ്യമാകും. ധൈര്യവും ബുദ്ധിയും ചേർന്നാൽ വിജയത്തിലേക്ക് നയിക്കും. ദൈവഭക്തി ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാനായിട്ട് ശക്തി നൽകും. അതായത് സുന്ദരകാന്ഡം ഭക്തി, ധൈര്യം, സേവാഭാവം എന്നിവയുടെ സുന്ദരമായിട്ടുള്ള സംഗമമാണ്. ശ്രീരാമജയം.